നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഒരാഴ്ച മാത്രമേ ഉള്ളൂ. ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ അപമാനിച്ച നിലപാട് സ്വീകരിച്ച KSU പ്രസിഡന്റിനെ മാറ്റാൻ കെ സുധാകരൻ ശ്രമം തുടങ്ങി. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം എന്താകുമെന്ന് കണ്ടറിയാം. KSU സംസ്ഥാന പ്രസിഡന്റിന്റെ നിലപാടുകൾക്കെതിരെ കെ സുധാകരൻ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു. തന്നെ അപമാനിക്കുന്ന നിലപാട് അലോഷ്യസ് സേവ്യറിൽ നിന്നുണ്ടായി എന്നാണ് പരാതി. KSU ക്യാമ്പിലെ കൂട്ടത്തല്ല് അന്വേഷിച്ച KPCCയുടെ അന്വേഷണ സമിതിയോട് ഇന്ന് തന്നെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടു. കടുത്ത അച്ചടക്ക നടപടി വേണമെന്ന നിലപാടിൽ അയവ് വരുത്താതെ KSU പ്രസിഡന്റിനെ ഉന്നം വെച്ചാണ് KPCC അധ്യക്ഷന്റെ നീക്കം. നെയ്യാർ ഡാമിൽ നടന്ന പഠന ക്യാമ്പിലേക്ക് തന്നെ ക്ഷണിക്കാതിരുന്നത് അപമാനിക്കാനാണെന്ന് കെ സുധാകരൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. സ്വതന്ത്ര സംഘടന എന്ന നിലയിലാണ് KSU പ്രവർത്തിക്കുന്നത്. 4 പേർക്കെതിരെ എടുത്ത അച്ചടക്ക നടപടി പോലും നീതിയുക്തമല്ലെന്നും പരാതി പറഞ്ഞു. അതേസമയം KPCC അന്വേഷണ സമിതിയുടെ വിശദമായ റിപ്പോർട്ട് ഉടൻ വേണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടപടിയെടുക്കേണ്ട നേതാക്കളുടെ പട്ടിക സഹിതമാവും MM നസീറിന്റെ നേതൃത്വത്തിലുള്ള സമിതി റിപ്പോർട്ട് നൽകുക. അലോഷ്യസ് സേവ്യർ പ്രതികാരപൂർവ്വം പെരുമാറിയെന്ന് സസ്പെൻഷനിലായ സുധാകര പക്ഷക്കാരനായ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു. ക്യാമ്പ് നടത്തിപ്പിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന് KPCC അന്വേഷണ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിരുന്നു. ഇക്കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിയാവും അച്ചടക്ക നടപടിക്ക് NSUവിനോട് KPCC അധ്യക്ഷന് ശുപാർശ ചെയ്യുക. എന്നാൽ തന്റെ അനുയായിയായ സംസ്ഥാന അധ്യക്ഷനെ സംരക്ഷിക്കുമെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. KSUവിന്റെ പേരിലും KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിലെ പോരുമുറുകുന്ന സ്ഥിതിയാണ്. വാട്സാപ്പ് ഗ്രൂപ്പിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് ക്യാമ്പ് അംഗങ്ങൾ 2 ചേരികളായി തിരിഞ്ഞു നടത്തിയ അടിപിടിയിൽ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. അഡ്മിനെ ചൊല്ലി പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ടായ തർക്കമാണ് സംഘർഷത്തിന് കാരണമെന്നും ക്യാമ്പിൽ ഗുരുതര അച്ചടക്ക ലംഘനം നടന്നെന്നും KPCC നിയോഗിച്ച അന്വേഷണ സമിതി കണ്ടെത്തിയിരുന്നു. അതേസമയം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ചില്ലെങ്കിൽ കെ സുധാകരന്റെ സ്ഥിതി അവതാളത്തിലാകും. പാർട്ടിയിൽ ഗ്രൂപ്പ് മാനേജർമാർ ഒന്നാകെ സുധാകരനെതിരെ തിരിഞ്ഞതും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇടഞ്ഞു നിൽക്കുന്നതുമാണ് സുധാകരനെ പത്മവ്യൂഹത്തിലാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ നെയ്യാർ ഡാമിൽ KSU ക്യാമ്പിലുണ്ടായ കയ്യാങ്കളിയിൽ സംസ്ഥാന അധ്യക്ഷനെതിരെ നടപടിക്ക് സുധാകരൻ ശുപാർശ ചെയ്തതും കോൺഗ്രസിൽ അടിയൊഴുക്ക് ശക്തമാക്കിയിട്ടുണ്ട്. നെയ്യാർ ഡാമിൽ നടന്ന കയ്യാങ്കളിയിൽ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ തന്നെ അപമാനിച്ചുവെന്ന് കാണിച്ച് സുധാകരൻ NSSUവിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സംസ്ഥാന നേതൃക്യാമ്പിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചില്ലെന്നാണ് സുധാകരന്റെ ആരോപണം. ഗുരുതരമായ വീഴ്ചകൾ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിൽ സംഭവിച്ചിട്ടുണ്ടെന്നും KPCC നിയോഗിച്ച നിയാസ് അന്വേഷണ കമ്മീഷണർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് VD സതീശനെ അനുകൂലിക്കുന്ന KSU പ്രവർത്തകർക്കെതിരെ ഉരുക്കുമുഷ്ടി ഉപയോഗിക്കാൻ സുധാകരൻ ഒരുങ്ങുന്നത്. പാർട്ടിക്കുള്ളിൽ KPCC അധ്യക്ഷനെന്ന നിലയിൽ കെ സുധാകരൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഗ്രൂപ്പിലെന്ന് പറഞ്ഞ് KPCC അധ്യക്ഷനായ കെ സുധാകരൻ സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന ആരോപണവും ശക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനു ശേഷം സുധാകരനെ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിവാക്കാൻ പാർട്ടിക്കുള്ളിൽ ചരടുവലി നടന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.